ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠി കൊലപ്പെടുത്തിയ ഹരിപ്പാട് സ്വദേശിനിയായ പെൺകുട്ടി നേരിട്ടത് അതിക്രൂര പീഡനം. സാവരിയ ബസന്തിന്റെ ശരീരമാസകലം മുറിവുകളും ചതവുകളും. പ്രതി മലപ്പുറം സ്വദേശിയായ സദറുൽ അനം സാവരിയെ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന് സഹപാഠികൾ പറയുന്നു. ഉസ്ബെക്കിസ്ഥാൻ പോലീസിന് മൊഴി നൽകിയെന്ന് പെൺകുട്ടികളുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളായിരുന്നു സാവറിയയും സദറുൽ അനവും. അവിടുത്തെ രീതി പ്രകാരം പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സാവരിയെ സദറുൽ അനം അവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ശരീരത്ത് ആകമാനം പാടുകളുണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ പെൺകുട്ടിയെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ശരീരത്തെ പാടുകളെന്ന് ബന്ധുക്കൾ പറയുന്നു. ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാലു മുതൽ തലവരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. സാവരിയെ സഹപാഠിയായ സദറുൽ അനം നിരന്തരം മതപരിവർത്തനത്തിന് ശ്രമിച്ചിരുന്നുവെന്നും പെൺകുട്ടി ഇത് നിരസിച്ചിരുന്നുവെന്നുള്ള ഗുരുതര ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. ഉസ്ബെക്കിസ്ഥാനിലെ കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ചും മറ്റും കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മൃതദേഹം കൊണ്ടുവന്നതിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നിയമപരമായി ഉപദേശം ലഭിച്ച ശേഷമായിരിക്കും ആ കേസിൽ തുടർ നടപടികൾ ഉണ്ടാവുക. നമ്മളിവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എംബസിക്ക് നമ്മൾ റിക്വസ്റ്റും അയച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രയൽ, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ട്രയൽ ചെയ്യണമെന്നുള്ള നമ്മൾ റിക്വസ്റ്റ് ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം മിനിസ്റ്റേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടി എടുക്കും, അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സദറുൽ അനം നിലവിൽ അവിടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് അയാളുടെ ബന്ധുക്കൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.